ഹലോ നമസ്കാരം, എല്ലാവർക്കും ജസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ചന്തയിൽ നിന്ന് എടുത്തു കൊടുത്ത രണ്ട് പോത്തുംകുട്ടികളും അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ തൂക്കിയെടുത്ത ഒരു പോത്തും അതുപോലെ തന്നെ ഒരു ഫാമിൽ നിന്ന് ചെറിയൊരു പോത്തുംകുട്ടിയെ ഫാമിൽ നിന്ന് വിലയടക്കം അങ്ങനത്തെ വ്യക്തമാകുന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഈ രണ്ട് പോത്തുംകുട്ടികളെ നമ്മൾ ഏകദേശം 135-140 റേഞ്ചില് ലൈവ് തൂക്കം വരുന്ന രണ്ട് പോത്തുംകുട്ടികളാണ് എടുത്തത്. ഇതല്ല കേട്ടോ, ഇത് നമ്മുടെ സന്തോഷേട്ടൻ്റെ കയ്യിൽ നിന്ന് വേറെ ഒന്ന് രണ്ട് ആൾക്കാർ നല്ല പോത്തുകുട്ടികളെ സെലക്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം. അപ്പോൾ സന്തോഷേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. സന്തോഷേട്ടൻ്റെ ഇഷ്ടപ്രകാരം പോത്തുകുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടത് രണ്ട് ചെറിയ കുട്ടികളായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം 100-110 അല്ലെങ്കിൽ ഒരു 15-14 രൂപ 12 രൂപ ആ റേഞ്ചിലുള്ളതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനത്തെ പോത്തുംകുട്ടികളെ എടുക്കണ്ട, നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത് ഏകദേശം ഓണം കഴിഞ്ഞതിന്റെ തൊട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഏകദേശം ഒരു 2-3-4 ആഴ്ച ഇല്ലെങ്കിൽ ഒരു 2 ആഴ്ചക്ക് അപ്പുറം കഷ്ടി ഓണം കഴിഞ്ഞൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോ ഏകദേശം ഒരു 2 ആഴ്ചയുടെ അപ്പുറം എന്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാൻ ലേശം നേരം വൈകി. അപ്പൊ അതിനേക്കാളും മുപ്പാട് നമ്മൾ ഇങ്ങനത്തെ ഒരു പോത്തിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാഫറാബാദി ക്രോസ് ആണ് കേട്ടോ. അത് ജാഫറയും മുറയും ക്രോസ് ആണ്. നല്ലൊരു വളർച്ച കാണിക്കാൻ തക്കുള്ള പോത്താണ്. 50 സംതിങ്ങിനാണ് വാങ്ങിച്ച് കെട്ടിയിരിക്കുന്നത്. ഞാൻ ചെല്ലാൻ നേരം വൈകി, കണ്ടിരുന്നെങ്കിൽ വാങ്ങിച്ചിരുന്നു. നല്ലൊരു നമ്മുടെ സന്തോഷ സാറിന്റെ കയ്യിലാണ്, ബാബേട്ടന്റെ രാജാന്റെ കയ്യിലുണ്ടായിരുന്ന പോത്താണ്. നല്ല ഹൈറ്റും ഇടനീട്ടും കാര്യങ്ങളും ഒക്കെയുള്ള നല്ല മുഖേറിട്ട് നല്ലൊരു പോത്തായിരുന്നു. നിർത്തണമെങ്കിൽ നിർത്താനും പറ്റിയൊരു പോത്തായിരുന്നു. അപ്പോ നമ്മൾ എടുക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. വേറെ 1-2 കേസുകളുള്ള കാരണം നമ്മൾ പോത്തിന് ഇപ്പൊ എടുക്കുന്നത് തൽക്കാലം നിർത്തി വെച്ചേക്കാണ്. ഇനി നമുക്കൊരു ജനുവരി ഒക്കെ ആയിട്ട് ഡിസംബർ ഒക്കെ കഴിഞ്ഞിട്ട് നോക്കാം എന്നുള്ളൊരു കണ്ടീഷനാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചേക്കണേ. എനിക്കൊരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു ഇവർ എടുക്കാനായിട്ട്. വാങ്ങിച്ചു കെട്ടിയിട്ടുള്ളത് കച്ചവടക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാമായിരുന്നു. ഒരു 10-2000 കൂടുതൽ കൊടുത്തെങ്കിൽ നമുക്ക് കിട്ടും. അതിനുള്ള മുതലുണ്ട് കേട്ടോ. ഏകദേശം ഒരു 400 കിലോന്റെ റേഞ്ചില്, ഒരു 350 കിലോന്റെ റേഞ്ചില്, 350 ഒന്നല്ല 350ന്റെ മേലേക്ക് ലൈവ് വെയിറ്റ് വരുന്ന പോത്താണ്. അത്രയും മാത്രം കാലകരവും ഇതുണ്ട്. ഒരു ഫ്രെയിമാണെന്ന് മാത്രം. ഇറച്ചി തുളുമ്പിച്ചില്ല, പക്ഷെ നല്ലൊരു ഫ്രെയിമാണ്. നല്ല കാൽപ്പൊക്കം ഉണ്ട്, നല്ല കഴുത്ത് നീട്ടവും ഉണ്ട്, നല്ല ഹെഡാണ്. ഹെഡൊക്കെ നല്ല പക്ക ഹെഡാണ് കേട്ടോ. കണ്ടോ, ബാക്കും ഉണ്ട്. 400 കിലോ ഗ്യാരണ്ടി പറയാം നമുക്ക്. ഒരു 350 കിലോന്റെ മേലേക്ക്, 350 അല്ല 350 കിലോന്റെ റേഞ്ചിൽ ലൈവ് പിടിക്കാൻ സാധ്യതയുള്ള തീർച്ചയായിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 250 കിലോന്റെ റേഞ്ചിൽ തൂക്കമുള്ള പോത്തിനെ ഞാൻ തൂക്കി എടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് ഒരൊറ്റ സ്റ്റെപ്പിൽ കണ്ടറിയാം ഒരു 130-140 കിലോ കൂടുതൽ ഉണ്ടാവുള്ളൂ, കുറവുണ്ടാവില്ല കേട്ടോ. എന്നാലും ഞാൻ ഏറ്റവും കുറവാണ് പറഞ്ഞ 350 എന്നുള്ളത്. നമുക്ക് എടുത്ത രണ്ട് പോത്തുങ്ങളുണ്ടോ നിൽക്കണേ. ഏകദേശം ഒരു 130-135 കിലോന്റെ റേഞ്ചിൽ 18,500 നമ്മള് പോത്തുംകുട്ടികൾ എടുത്തത്. അപ്പൊ ഫാമിലത്തെ പോത്തിനെ കാണിച്ചില്ലോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഫാമിലെ പോത്തിനെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ 18,500 നിങ്ങൾ വില കൂടുതലാണോ കുറവാണോ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. പലപ്പോഴും ഞാൻ കാണുന്ന ഇതാണ്, ഇതിനേക്കാളും വിലക്ക് ഫാമിലി കിട്ടിയിരുന്നു. ഇതൊക്കെ ശരി തന്നെയാണ്. ഇതിനേക്കാളും ഹരിയാന പോത്തുകൾ കിട്ടിയിരുന്നു. ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ഈ പോത്തുകളുടെ കഴുത്ത് നീട്ടം കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ ആ പോത്തിനെ എടുത്തത്. രണ്ട് പോത്തും കുട്ടികളാണ്. 140-140ന്റെ ഇടയിൽ ലൈവ് തൂക്കം വരുന്ന നല്ല, എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നിച്ച രണ്ട് പോത്തും കുട്ടികളാണ് ഞാൻ എടുത്തത്. അവർ ചെന്ന വഴിക്കാൻ അവിടെ നല്ല തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ ആയി നല്ല കാലകരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ സെറ്റപ്പിലുള്ള രണ്ട് പോത്തും കുട്ടികളാണ് ഞാൻ എടുത്തത്. ഇതേ കണ്ടോ, ഇതേ വരുന്നവര്. ഒരുത്ത നല്ല കഴുത്ത് നീട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വലുത് വശമില്ല, ആദ്യമാണ്. അതുകൊണ്ട് വലുത് വശമില്ല, ചെറുത് മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെറുത് എടുത്തത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഫാമിലെ പോത്തും അതുപോലെ തന്നെ ചന്തയിലെ പോത്തും അല്ലെങ്കിൽ തൂക്കിയെടുക്കുന്ന പോത്തിനൊക്കെ വ്യക്തമായിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിന്റെ വീഡിയോസ് ഞാൻ ഇടുന്നില്ല, ഫോട്ടോസ് ഞാൻ ഇടാം. നിങ്ങളൊന്ന് കണ്ടോ. ആ പോത്തിനെ നിങ്ങൾ കണ്ടില്ലേ, ഏകദേശം 140 കിലോനാന്ന് തോന്നുന്നു. 185 രൂപ 180 രൂപ അങ്ങോട്ട് വെച്ച് മലപ്പുറം സൈഡിൽ നിന്ന് തൂക്കിയെടുത്ത പോത്തുംകുട്ടിയാണ്. ഏകദേശം 23,000. എനിക്ക് തൂക്കം പറഞ്ഞ കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തോ. 23,000 ഹരണം 180, അതാണ് അതിന്റെ തൂക്കം. ഈ ഒരു പോത്തിന്റെ തൂക്കം അതാണ്. ഏകദേശം വില വന്നത് 23 സംതിങ്, അതായത് 25 രൂപയുടെ റേഞ്ചിൽ അങ്ങോട്ട് ആയിന്ന് തോന്നുന്നു ആ കക്ഷിക്ക് വീട്ടിലെത്തുമ്പോ. അത് പോട്ടെ, 23,000 ചില്ലറ രൂപയ്ക്കാണ് ഈ പോത്തല്ല കേട്ടോ. ഇതിന്റെ ചർച്ച നമുക്ക് തുടങ്ങാം. 23,000 ചില്ലറ രൂപയ്ക്കാണ് ഈ ഒരു പോത്തുംകുട്ടി അവർ തൂക്കിയെടുത്തത്.
അപ്പൊ നമ്മൾ 18,500 എടുത്ത പോത്തുങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. 18,500 നമ്മൾ ഫസ്റ്റില് ആ 2 കുട്ടികളെ ചന്തയിൽ നിന്ന് എടുത്ത് തൂക്കിയെടുത്തല്ല, സോറി, നമ്മൾ തൃശ്ശൂർ ചന്തയിൽ നിന്ന് ഫസ്റ്റ് കാണിച്ച ആ 2 പോത്തുകുട്ടികളെ 18,500 ആണ് നമ്മൾ എടുത്തത്. ഇനി ഇതേ ദിവനം നോക്കിക്കോട്ടെ, ഏകദേശം 250 കിലോന്റെ റേഞ്ചിൽ നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെ പോയാലും 300ന്റെ പുറത്തേക്ക് ഉണ്ടാവുള്ളൂ, താഴത്തേക്ക് ഉണ്ടാവില്ല. 40 രൂപയുടെ റേഞ്ചിലാണ് നമ്മൾ ഈ ഒരു പോത്തിനെ എടുത്തത്. അതിന്റെ മുൻപിൽ നിൽക്കുന്ന പോത്തുണ്ടല്ലോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവന്റെ നെറ്റിയും ഒരു ചുട്ടി ഉണ്ടെന്നുള്ളൂ, അതൊരു പ്രശ്നമല്ല. ഒന്ന് ചമ്പിപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് വിഷയാക്കാനുള്ള കേസില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് പരിഹാര മാർഗങ്ങളുണ്ട്. അത് വളർത്തെടുത്തതാണ്, ഞാൻ എടുത്തിട്ടുള്ളതല്ല, നമ്മുടെ അവിടുത്തെ ഒരു ചേട്ടൻ എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ പാടത്തൊരു ചെറിയ ഇതിൽ കാരണം അവർ കൊടുന്ന് കെട്ടിയെന്ന് മാത്രമേ, അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ കൊണ്ടുപോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ആ ഒരു പോത്ത് ഏകദേശം എൻ്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ഒരു 170-150 കിലോ ലൈവുള്ള നല്ല പോത്തും കുട്ടിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നല്ല പോത്ത്, നിങ്ങൾക്ക് അതിന്റെ വലിപ്പം എങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല. ഏകദേശം 24 രൂപയുടെ റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു 23-നും 25-നും ഇടയിൽ എടുത്തിട്ടുള്ള ഒരു പോത്തും കുട്ടിയാണത്. പിന്നെ പോത്തുങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോത്തുങ്ങൾ വലിപ്പം കൂടുന്നത്, അതായത് തൂക്കത്തിലേക്ക് കൂടുന്തോറും നമുക്ക് പൈസയിൽ ചെറിയ മാറ്റം ഉണ്ടാവും. അതായത് ചന്തയിൽ പോയിട്ട് പേശി എടുക്കുമ്പോൾ നല്ല കുട്ടികളെ നോക്കി എടുക്കുമ്പോൾ സെലക്ട് ചെയ്ത് എടുക്കുമ്പോൾ വലിപ്പത്തിലുള്ള കുട്ടികളെ എടുക്കും തോറും നമ്മളൊരു 35-40 രൂപ റേഞ്ചിൽ എടുക്കും തോറും കിലോയ്ക്കുള്ള പൈസ നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. ചന്തയിൽ നമ്മൾ ചെറുകുട്ടികൾ എടുക്കുമ്പോൾ ചിലപ്പോൾ 150, 160, 170 ഒക്കെ വരും. ആ സമയത്ത് ഒരു 300-ന് മേലേക്കുള്ള എടുക്കുമ്പോൾ ചിലപ്പോൾ 110, 120, 100 കിട്ടാട്ടോ. അതൊക്കെ കിട്ടാം, അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അതുപോലെ 120, 130, 140ന്റെ റേഞ്ചിൽ നമുക്ക് തീർച്ചയായും ചന്തകളിൽ നിന്ന് ഏകദേശമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് വലിയ പോത്തുകൾ എടുക്കുമ്പോൾ. ഇനി ഇവരെ രണ്ടാളും നിങ്ങൾ കണ്ടില്ലേ. അപ്പൊ അതേ നിൽക്കണം നമ്മുടെ 280 സംതിങ് ആണെന്ന് ഇവന്റെ ലൈവ് തൂക്കം നമ്മൾ തൂക്കിയിരുന്നു. ഇപ്പൊ 300ന്റെ പുറത്തേക്ക് ഉണ്ട്. അതിന്റെ അപ്പുറത്ത് 170-നും 150-നും ഇടയിൽ തൂക്കമുള്ള നല്ല ക്വാളിറ്റി ഉള്ള പോത്ത് തന്നെയാണ് കേട്ടോ. ഒരു മോശം പറയില്ല, നല്ല ക്വാളിറ്റി. ഇത് അവന്റെ ഹെഡും കാര്യങ്ങളൊക്കെ കണ്ടില്ല. അവൻ ആകെ കൂടി ഒരു ന്യൂനത എന്ന് പറയുന്നത് അവന്റെ തലേമ ചുട്ടിയുണ്ട്, വെള്ള ചുട്ടിയുണ്ട്. പക്ഷെ നല്ലൊരു വളർത്തുകാരൻ തന്നെയാണ് ഇത് വാങ്ങിച്ചങ്ങനെ. അപ്പൊ അതൊരു ന്യൂനത അല്ല. അതിനുള്ള പരിഹാര മാർഗങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഉണ്ട്. ഒന്നല്ലെങ്കിൽ അവരേമ ബ്ലാക്ക് ഡൈ കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. ഞാനിതുവരെ അങ്ങനത്തെ ചുട്ടികളൊന്നും എടുത്തിട്ടില്ല. പക്ഷെ അവർ പറഞ്ഞാൽ അത് നിസ്സാര കേസാണ്. അല്ലെങ്കിൽ ഹെന്ന ചെയ്ത് കഴിഞ്ഞാൽ അത് ചെമ്പിക്കും. അതൊരു ബ്ലാക്ക് ആവണ്ട, അതൊന്നും പറ്റില്ലെങ്കിൽ അതിമേലെ എന്തെങ്കിലും ഡൈ ചെയ്ത് കഴിഞ്ഞാൽ കറക്കും. അതൊരു 2-3-4 ആഴ്ച, ഇപ്പൊ പെരുന്നാളിന് കൊണ്ടുപോകുമ്പോ ഒരു 2 ആഴ്ച അത് അങ്ങനെ കറുത്ത് നിൽക്കല് വേണ്ടു. അതൊരു കുറവല്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇനിയിപ്പോ അതല്ല, നല്ല ആ പോത്ത് ഭംഗി വന്നു കഴിഞ്ഞാൽ അതിന്റെ ആ ചുട്ടി ഒരു പ്രശ്നമല്ല കേട്ടോ. അതും പറയാൻ ഞാൻ അത് പല സ്ഥലത്തും പലതരാണ്. ആദ്യമൊക്കെ നീലിരാവിനെ ഇറക്കില്ല എന്ന് പറഞ്ഞിടത്ത് ഇപ്പൊ നീലിരാവിനെ ഇറക്കുന്നുണ്ട്. എന്നാലും അത് ലക്ഷണക്കുറവാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ കാലങ്ങളായിട്ട് വളർത്തുന്ന ഒരു വ്യക്തി തന്നെയാണ് വാങ്ങിച്ചത്. ആൾക്ക് നല്ല ധൈര്യമുണ്ട്. പക്ഷെ അതിന്റെ ആ പോത്തിന്റെ കണ്ടില്ലേ നിങ്ങൾ, ഹെഡും കാര്യങ്ങളൊക്കെ ശരിക്കും ഫാമിലത്തെ പോത്തുംകുട്ടി മാറി നോക്കുക. ആ കണ്ടീഷനാണ്. ഏകദേശം 170 അതുപോലെ ഒരു 165-നും 175-നും ഇടയിൽ ലൈവ് തൂക്കം ഗ്യാരണ്ടി ഉണ്ടോ? ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ലൊരു പോത്തുംകുട്ടിയാണ്. നല്ല മാതിരി ഊറുള്ള സെറ്റപ്പുള്ള ഒരു പോത്തുംകുട്ടിയാണ്. അതേ ഹൈറ്റിലേക്കും കാര്യങ്ങൾക്കൊന്നും പോയില്ലെങ്കിൽ, പക്ഷെ അവന്റെ പവർ കാണിക്കും, അതിനുള്ള ക്വാളിറ്റി അതുണ്ട്. അപ്പൊ ഇത് ഏകദേശം ഒരു 23-നും 25-നും ഇടയിൽ വാങ്ങിച്ചിട്ടുള്ള പോത്തുംകുട്ടി ആണെങ്കിൽ നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്നത് 40 രൂപയുടെ റേഞ്ചിൽ വാങ്ങിച്ച പോത്തുംകുട്ടി ഏകദേശം ഇപ്പൊ 300 കിലോന്റെ മേലെ ലൈവ് പോയിണ്ടാവും. ഇനി നിങ്ങൾ ഇത് കണ്ടിട്ട് നല്ലൊരു ഫേമസ് ഫാമിലി, ഇതിന്റെ വീഡിയോ എന്റെ ഉണ്ട്, ഞാൻ ആ ഫാമിലി കുറ്റം പറയല്ല. ആ ഒരു പോത്തുംകുട്ടി വീഡിയോ ഞാൻ ഇടുന്നില്ല, വീഡിയോ ഇടുന്ന നമ്മൾ ശരിയല്ല. ആ ഒരു ഫോട്ടോ കണ്ടോ നിങ്ങൾ? ആ ഒരു പോത്തുംകുട്ടി 23,000 ചില്ലറ. അപ്പൊ നിങ്ങള് ചന്തയിലത്തെ, ഞാൻ ഫാമിലത്തെ പോത്തുംകുട്ടിനെ വാങ്ങിക്കരുത് അങ്ങനത്തെ ഒരു മൈൻഡ് അല്ല കേട്ടോ. ഞാൻ പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ, ചിലർ പറയും, ഞാൻ പറഞ്ഞല്ലോ, ചന്തയില് ചെറിയ പോത്തുംകുട്ടികൾ വാങ്ങിക്കുമ്പോ ചിലപ്പോ 155, 160, 175, 180 ഒക്കെ വില വരും. എന്നാ വലിപ്പത്തിലേക്ക് പോകുമ്പോഴാണ് പോത്തുംകുട്ടികൾക്ക് വില കുറയുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഒരു 200 കിലോന്റെ മേലേക്കുള്ള പോത്തിന് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൽ ചിലപ്പോൾ 100, 110, 120 ഒക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ അമർത്തിക്കോ. വീണ്ടും കാണാൻ പുതിയ വീഡിയോ ആയിട്ട്. എല്ലാവർക്കും ബൈ ബൈ. കമന്റ് ഇടാൻ മറക്കല്ലേട്ടാ.